ഹലോ ഗൈസ്, ഇന്ന് നമ്മളൊരു ചെറിയ പർച്ചേസിനായിട്ട് പുറത്തേക്ക് പോവാണ്. ഇന്ന് നമ്മുടെ കുഞ്ഞു ബേബി കൂടെ ഉണ്ട് കേട്ടോ. ആള് ചെറിയ നിർബന്ധമൊക്കെയാണ്, എന്നാലും നമുക്കൊന്ന് കൊണ്ടുപോയി നോക്കാം. ചെറിയ പർച്ചേസ് എന്ന് പറയുമ്പോൾ ഇന്ന് സൺഡേ അല്ലേ, അപ്പൊ കെട്ടിയോനെ കൊണ്ടൊന്ന് പുറത്തു പോയി ഒന്ന് പർച്ചേസ് ചെയ്തില്ലെങ്കിൽ പിന്നെ എങ്ങനെയാ. അപ്പൊ നമുക്ക് പോവാട്ടോ. അപ്പൊ നമുക്ക് VK Techs യൂട്യൂബ് ചാനലിലെ എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഗൈസ്, നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതാണ് കരിക്കൂട്. ഈ ബ്രിഡ്ജ് കയറിയാണ് നമ്മൾ നേരെ കൊല്ലത്തേക്ക് പോകുന്നത്. കൊല്ലത്ത് നമ്മൾ എവിടെയാണെന്നൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. ഗൈസ്, ഇതാ നമ്മള് കരിക്കൂട് കഴിഞ്ഞു. നമ്മള് ഇപ്പൊ മാക്സിലേക്കാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. അതെ, ഷാപ്പുമുക്ക്, അതാണ് നമ്മുടെ സ്ഥലം. കരിക്കോടാണ്. കരിക്കോട് കഴിഞ്ഞ് നമ്മളിതാ മുന്നിലേക്ക് പോവാണ്. ഇത് നമ്മുടെ റെനോൾട്ടിന്റെ വണ്ടിയാണ് കേട്ടോ. എന്റെ കെട്ടിയോൻ റെനോൾട്ട് ഷോറൂമിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ റെനോൾട്ടിന്റെ വണ്ടി കാണുമ്പോൾ ഒരു ആവേശമാണ്. നമ്മളിതാ കൊല്ലത്തേക്ക് പോവാണ്. നമ്മൾ കൊല്ലം മാക്സിലേക്കാണ് പോവാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ കെട്ടിയോനതാ ഭയങ്കര ഡ്രൈവിലാണ് കേട്ടോ. നമ്മുടെ പുലിക്കുട്ടിയാണ്, വെൻഡോ ആണ്, വോക്സ്വാഗൻ വെൻഡോയിലാണ് നമ്മൾ പോകുന്നത്. ഇത് നമ്മുടെ അടുത്തുള്ള ഒരു പള്ളിയാണ് കേട്ടോ. നല്ല സൂര്യൻ ഇങ്ങനെ നല്ല വെയിലുദിച്ച് നിൽക്കുകയാണ്. അസ്തമിക്കാനുള്ള തിടുക്കത്തിലാണ്. ആളിതാ പോവാണ് കടലിലേക്ക്. അപ്പൊ അതുപോലെ തന്നെ നമ്മളിതാ നേരെ നമ്മുടെ ട്രിപ്പ് ഒന്നും അല്ല കേട്ടോ, നമ്മള് മാക്സിലേക്ക് പോവാണ്. ചെറിയൊരു ഷോപ്പിംഗ് ആണ്. പോയിട്ട് മാക്സിലെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഗൈസ്, നമ്മുടെ കുഞ്ഞു ബേബി ഇതാ കണ്ടോ, കാഴ്ചയൊക്കെ കണ്ട ആൾക്ക് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പതാ ചെറുതായിട്ട് നിർബന്ധമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല, ആൾക്ക് ഫോണൊക്കെ കാണുമ്പോ ഇങ്ങനെ നോക്കിയിരിക്കും. പിന്നെ കുഴപ്പമില്ല, ഫോണിൽ കാണുമ്പോ ഒരു ത്വരയാണ് കേട്ടോ. ഇന്നതായിട്ട് പുറത്തെ കാഴ്ചയൊക്കെ കണ്ടിരിക്കും. ഇടയ്ക്ക് നിർബന്ധമൊക്കെ കാണിക്കുന്നുണ്ട്. നമുക്കൊന്ന് കൊണ്ടുപോയി നോക്കാം. ആദ്യമായിട്ടാണ് പുറത്തധികം നമ്മൾ കൊണ്ടുപോവാറില്ല. ഇതാണ് നമ്മള് വണ്ടി യാത്ര ചെയ്യുന്നത്. ആൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. പുറത്തെ കാഴ്ചയൊക്കെ കണ്ടത് ഇങ്ങനെ ഇരുന്നോളൂ. നമ്മൾ കൊണ്ടുപോവാണ് കേട്ടോ. പോയിട്ടുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ പറയാം. അപ്പൊ ഗൈസ്, നമ്മളിതാ മാക്സിലെത്തി. പാർക്കിങ്ങിലാണ്. നമ്മുടെ ബേബി ഉറങ്ങി കേട്ടോ. പക്ഷെ ആരും ഉറങ്ങിയെന്നതാ ഉറങ്ങിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഒന്ന് പർച്ചേസിനായിട്ട് കയറാമേ. എല്ലാവട്ടും ഞങ്ങൾ വരുമ്പം ഫ്രണ്ടിൽ തന്നെ വണ്ടി ഇടുന്നത്. ഇപ്പം തിരക്ക് കൂടുതലാണെന്ന് തോന്നുന്നു. അപ്പോൾ മാക്സിനകത്ത് കയറിയിട്ട് ബാക്കി വീഡിയോ സെറ്റ് ചെയ്യാം. സമയമുണ്ട്, പക്ഷെ പണി എനിക്കാണല്ലോ. ഞാനല്ലേ എടുത്തോണ്ടാക്കേണ്ടത്. ലിഫ്റ്റ് ഇറങ്ങുവാണ്. പിന്നെ പർച്ചേസിനോടെ വീഡിയോ എടുക്കാം. അപ്പൊ തുടങ്ങല്ലേ. അപ്പൊ ഇതാണ് നമ്മുടെ മാക്സിനുള്ളിൽ കണ്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ, ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. നമ്മൾ നോക്കുന്നുണ്ടായിരുന്നു. ഞാൻ നോക്കുന്നത് ജീൻസ് ആണ്. നമുക്ക് ജീൻസിന്റെ സെക്ഷനിലോട്ട് പോവാം. കണ്ടോ, ഒരുപാട് കളക്ഷൻ ഉണ്ട് കേട്ടോ. ഈ പാവപ്പെട്ടവന്റെ അവസ്ഥ കണ്ടത്. കുഞ്ഞിനിതാ ഏൽപ്പിച്ചിട്ട് ആളെ ഉറങ്ങിപ്പോയി കേട്ടോ. കുഞ്ഞിനും ഞാൻ ഹസ്ബൻഡിന്റെ കയ്യിൽ ഏൽപ്പിച്ചേക്കുകയാണ്. അപ്പൊ പെട്ടെന്ന് തന്നെ ഇറങ്ങണം. ആൾ ഒരുപാടായാൽ ആള് വയലൻ്റായി പോവും. മോള് നല്ല ഉറക്കമായി. എനിക്ക് തോന്നുന്നില്ല ഇപ്പൊ വല്ല തീർന്നിട്ട് വീട്ടിൽ പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നമുക്കൊന്ന് നോക്കട്ടെ ഗൈസ്. നമ്മളിപ്പോൾ വന്നിട്ടല്ലേ ഉള്ളൂ, പർച്ചേസ് കിടക്കുന്നല്ലേ ഉള്ളൂ. ഒരു ജീൻസാണ് കേട്ടോ ഞാൻ എടുത്തത്. ഞാൻ വേറെ ഇത് നോക്കി, ഓക്കെയാണ്. ഞാൻ വേറെ ഇത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇനി എനിക്കൊരു ടോപ്പും കൂടെയാണ് ഞാൻ നോക്കുന്നത്. ഇതിട്ട് പൊളിക്കും. ഇത് ഞാൻ നന്നായി പാന്റ് മാത്രം എടുക്കാനായിട്ട് എന്താ പറയണ്ടേ, അടുത്തത് നമുക്ക് സുഖിയിലോട്ട് പോകാം. 2 ടോപ്പും കൂടെ എടുക്കണം. എനിക്ക് ഇവിടുത്തെ ടോപ്പ് അത്ര എനിക്ക് ഓക്കെ ആയിട്ടില്ല. അപ്പോൾ പാന്റ് മാത്രം ഇവിടെ നിർത്തിയിട്ടുണ്ട്. സംസാരിച്ച കാര്യം എന്താ അറിയോ, ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട്. നമുക്ക് വട്ടാന്ന് വിചാരിക്കും ആൾക്കാർ.
ഇതാ കുറേ ടോയ്സ് ഉണ്ട്. പക്ഷെ നമ്മുടെ കാരണവയ്ക്ക് ഒരുപാട് ടോയ്സ് നമുക്കുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഇനി അടുത്ത നെക്സ്റ്റ് ബിൽഡിംഗ് ആണ്. ബിൽഡിങ്ങിലേക്ക് പോവുകയാണേ. ഫൈനലി എല്ലാം കഴിഞ്ഞ് ലിഫ്റ്റിൽ കയറിയിരിക്കുകയാണ്. ഈ ഒരു പാന്റ് മേടിക്കാനാണ് ഇത്ര നേരം എടുത്തത്. നമ്മൾ റീൽസിനൊക്കെ കാണുമല്ലോ, മറ്റേ എന്ത് പറഞ്ഞ 4 hours later 5 hours later few hours later എന്ന് പറഞ്ഞ് കാണിക്കത്തില്ലേ, അതേ കണക്ക് 1 മണിക്കൂറല്ല 5 മണിക്കൂർ നിക്കടി. ഓക്കെ, അപ്പൊ നമുക്ക് ഇറങ്ങാം കേട്ടോ, അല്ലെങ്കിൽ ഇനി ലിഫ്റ്റ് പോയി കഴിഞ്ഞാൽ പാടായിരിക്കും. ഫൈനലി വണ്ടി എടുത്തോട്ട് പോവുക. എല്ലാം കഴിഞ്ഞ് പർച്ചേസ് കഴിഞ്ഞ് അതുകൊണ്ട് ഈ വഴി കയറി. നമ്മളെ ഫ്രണ്ട് എൻട്രൻസ് വരെ കയറാൻ പറ്റിയില്ല. കാര്യം നമുക്ക് പാർക്കിംഗ് കിട്ടിയ താഴെ എല്ലാവട്ടം വരുമ്പോൾ ഞങ്ങൾ ഫ്രണ്ടിൽ തന്നെ വരുന്നത്. ഇനി ഇത് കഴിഞ്ഞിട്ട് ഇനി അടുത്ത എങ്ങോട്ട് നമ്മൾ പോകുന്നത്? അടുത്ത സ്റ്റുഡിയോ. വേറെ ഒന്നുമില്ല, ഒരു ടോപ്പ് കൂടെ എടുക്കണമായിരുന്നു. നമ്മൾ വേറൊരു പാൻറ് കൂടെ നോക്കിയായിരുന്നു കേട്ടോ. ഇവള് ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് വന്നപ്പോഴത്തേക്കും അത് കാണുന്നില്ല. അപ്പം ഇനി അതുകൂടെ നോക്കണം, ഒരു ടോപ്പ് എടുക്കണം അല്ലേ. നെക്സ്റ്റ് നമുക്ക് സ്റ്റുഡിയോയിലോട്ട് പോവാം. ഓക്കെ, ബൈ. നമ്മുടെ പ്ലാനിങ്ങിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ട് കേട്ടോ. നമ്മൾ സ്റ്റുഡിയോയിലായിട്ടാണ് പോകുന്നതെന്നാണ് നമ്മൾ പറഞ്ഞത്. പക്ഷേ എനിക്കൊരു പെട്ടെന്നുണ്ടായ ഒരു ആഗ്രഹമാണ് ബട്ടർ ഗുൽക്കണ്ട് കഴിച്ചാലോ എന്ന്. അത് നമ്മുടെ ഇവിടെ കൊല്ലത്താണ് ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത്. അപ്പോ എനിക്ക് മുന്നേക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അധികം പുറത്തേക്കൊന്നും പോയിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോ ഇടയ്ക്കൊക്കെ ഞാൻ പറയുമായിരുന്നു. പക്ഷെ നമുക്ക് കടപ്പാക്കടയാണ് നമുക്ക് ഈ മാച്ച് ഉള്ളത്. നമുക്ക് തിരിച്ചാണ് നമുക്ക് പോകേണ്ടത് സ്റ്റുഡിയോയിലേക്ക്. പക്ഷെ ഞങ്ങൾ പ്ലാൻ ചേഞ്ച് ചെയ്തതുകൊണ്ട് നേരെ കൊല്ലം പിടിക്കാനാണ്. അതും കൊല്ലം ബീച്ചിലാണ് കേട്ടോ ഗുൽക്കണ്ട് വന്നിട്ടുള്ളത്. ഫസ്റ്റ് ടൈമാണ് നമ്മൾ കഴിക്കുന്നത്. ഫസ്റ്റ് ടൈമാണ്. എന്തായാലും നമ്മൾ വീഡിയോ ഷെയർ ചെയ്യുന്നുണ്ട്. നമ്മൾ അവിടെ ചെന്നിട്ട് എന്തൊക്കെ വെറൈറ്റീസ് ആണ് ഉള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം. എന്തായാലും നമ്മള് പോവാണ് കേട്ടോ. നല്ല ട്രാഫിക് ഉണ്ട്. സൺഡേ ആയതുകൊണ്ട് ബീച്ചിലേക്കൊക്കെ പോകാൻ നല്ല തിരക്കുണ്ട്. അപ്പൊ എന്തായാലും നമ്മളൊന്ന് പോവാണ് കേട്ടോ. കഴിക്കണമെന്ന് വല്ലാത്തൊരു ത്വര. അപ്പൊ പെട്ടെന്ന് തന്നെ പോയിട്ട് ഗുൽക്കണ്ട് കഴിക്കാം, സെറ്റാവാം, തിരിച്ചു വരാം. തിരിച്ചു വരുമ്പോ നമ്മൾ സ്റ്റുഡിയോയിൽ കയറി എന്തായാലും നമ്മളൊരു ടോപ്പ് എടുക്കുന്നതാണ് ഗൈസ്. പുള്ളിക്കാരനൊന്നും എടുത്തിട്ടില്ല. ഞാൻ വലിയ പർച്ചേസ് ഒന്നും ചെയ്യുന്ന ആളല്ല. എല്ലാം ഞാൻ വാങ്ങി കൊടുക്കണം. പുള്ളിക്ക് ഭയങ്കര ടൈം, ഈ പർച്ചേസിനായിട്ട് ടൈം കളയുന്ന വലിയ ഇഷ്ടമല്ല. ഡ്രൈവിംഗ് പിന്നെ ഭയങ്കര ഇഷ്ടമാണ്. എവിടെ വേണമെങ്കിലും കൊണ്ടുപോകും. പക്ഷേ പർച്ചേസിനൊക്കെ ചെന്ന് ടൈം കളയുന്നതൊന്നും ഇഷ്ടമല്ല. നമ്മുടെ കുഞ്ഞുവാവ് ഇതാ ഉറങ്ങിക്കഴിഞ്ഞു കേട്ടോ. കുഞ്ഞുവാവ് ഉറക്കം ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് പർച്ചേസ് ചെയ്യാനായിട്ടൊക്കെ പറ്റിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് അടുത്ത ഇനി ഗുൽക്കണ്ട് കഴിക്കാൻ പോവാം. അപ്പം ഞാൻ അവിടെ ചെന്നിട്ട് നമ്മുടെ കൊല്ലം ബീച്ചൊക്കെ ഒന്ന് കാണിക്കാം, ഗുൽക്കണ്ടൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. ഇതാണ് കേട്ടോ നമ്മുടെ കൊല്ലം സിഗ്നലാണ്. സിഗ്നലിന്റെ അടുത്തുനിന്ന് നമ്മൾ ലെഫ്റ്റ് ആണ് കേട്ടോ ബീച്ചിലേക്ക് പോകുന്നത്. ഇതിന് പറയുന്ന ബീച്ച് റോഡെന്നാ. എന്റെ ഹസ്ബൻഡ് ഡ്രൈവിംഗിലാണ്. ശരിയാണ്, ഇവിടുന്ന് നമുക്ക് വലിയ ബ്ലോക്ക് കാര്യങ്ങളൊന്നുമില്ല. മറ്റേ സൺഡേ ഇങ്ങോട്ടേക്ക് വരുന്നത് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. നമ്മൾ പോകുന്നുണ്ട്. വലിയ തിരക്ക് എനിക്ക് തോന്നുന്നില്ല. വലിയ തിരക്കില്ല ഇന്നത്തെ ദിവസം. അതെ, നല്ല തിരക്കാണ്. പക്ഷെ ഇവിടെ നമുക്ക് വലിയ തിരക്കൊന്നും തോന്നുന്നില്ല. ഇതാണ് നമ്മുടെ ബീച്ചിലേക്ക് പോകുന്ന റൂട്ട്. മെയിൻ വഴി ഇത് ബീച്ച് റോഡ് എന്നാണ് പറയുന്നത് ശരിക്കും. നമ്മളപ്പോ ബീച്ചിലേക്ക് പോവാണ്. പെട്ടെന്ന് തന്നെ ഇന്ന് ബട്ടർ ഗുൽക്കണ്ട് ഉണ്ടായിരുന്നാൽ മതിയായിരുന്നു. കൊല്ലത്തെ ഫേമസ് ഹോട്ടലാണ് സലീം ഹോട്ടൽ. ഇത് പണ്ട് തൊട്ടേ ഉള്ളതാണ് കേട്ടോ. നമ്മുടെയൊക്കെ അച്ഛന്മാരുടെ ടൈം എന്നൊക്കെ പറയില്ലേ, അപ്പൊ തൊട്ട് തന്നെ ഉള്ളതാണ്. അപ്പൊ നമ്മളിതാ ബീച്ചിലേക്ക് പോവാണ്. ബീച്ചൊക്കെ ഒന്ന് കറങ്ങി. ആളെ കൊണ്ട് ഒരുപാട് നേരം നമുക്ക് കുഞ്ഞിനെയും കൊണ്ട് ബീച്ചിലൊന്നും ഇരിക്കാൻ പറ്റില്ല. നല്ല തണുപ്പൊക്കെ ഇറങ്ങുന്നുണ്ടെന്ന് തോന്നുന്നു. ചൂടല്ലായിരുന്നോ? ചൂട് കഴിഞ്ഞിട്ട് നല്ല തണുപ്പ് ഇറങ്ങുന്നുണ്ട്. അപ്പൊ നമ്മൾ പോയിട്ട് പെട്ടെന്ന് ഒരു ഗുൽക്കണ്ടൊക്കെ അടിച്ചിട്ട് പെട്ടെന്ന് തിരിച്ചു വരികയാണ്. നമുക്ക് ഗുൽക്കണ്ട് കഴിക്കുന്നിടത്ത് വെച്ച് കാണാം. ഓക്കെ ഗൈസ്, ബൈ. നമ്മൾ പറഞ്ഞ പോലെ തന്നെ റോഡിലോട്ട് നോക്കി കഴിഞ്ഞാൽ കാണാം തിരക്കാണ്. നമ്മൾ ബീച്ചിലേക്ക് പോകുന്ന റോഡാണ് കേട്ടോ. കൊല്ലം ബീച്ച്. അതെ, നല്ല തിരക്കുണ്ട്. ബീച്ചിലേക്ക് പോകുന്നതില് നല്ല തിരക്കാണ് കേട്ടോ. നമുക്ക് എന്തായാലും കഴിക്കണം എന്നൊരു ആഗ്രഹമായിട്ട് ഇറങ്ങിയതാണ്. എന്തോ ഒരു പേരുണ്ട്. ഇത് നമ്മുടെ ഇവിടുത്തെ വെറൈറ്റി ദോശക്കടയാണ്. കണ്ടോ, നല്ല സെറ്റ് വൈബാണ്. നമ്മള് ബീച്ചിലേക്ക് അല്ല, നമുക്ക് റൈറ്റ് പിടിക്കാം. റൈറ്റ് എവിടെയോ ആണ്. റൈറ്റ് പോയിട്ട് നമ്മൾ
വാടി എല്ലാരും ഓൾമോസ്റ്റ് കൊല്ലക്കാരെല്ലാം കേട്ടിട്ടുണ്ട്. നല്ല ഫ്രഷ് മീൻ നമുക്ക് ഇവിടെ കൊല്ലത്ത് ഇവിടെ തന്നെയാണ് കിട്ടുന്നത്. കൊല്ലത്തെന്നല്ല, നമുക്ക് ഫ്രഷ് മീൻ കിട്ടുന്ന കേരളത്തിലെ ഏക സ്ഥലം കൊല്ലം തന്നെയാണ്, കൊല്ലം വാടി. അപ്പൊ വാടിക്കടപ്പുറത്തോട്ടാണെന്ന് തോന്നുന്നു പോകേണ്ടത്. നമ്മള് ഫസ്റ്റ് ടൈം ആണല്ലോ, നമ്മൾ എന്തായാലും എന്താ തിരക്കി പിടിച്ച് നമ്മൾ കണ്ടുപിടിക്കും. ദാണ്ടെ ബീച്ചിലേക്ക് പോകുന്ന തിരക്കാണ് കേട്ടോ. നമ്മളങ്ങ് എത്തിപ്പെടാൻ കുറച്ച് ടൈം എടുക്കും. നല്ല ക്ലൈമറ്റ്, നല്ല തണുപ്പുണ്ട്, നല്ല ക്ലൈമറ്റ് ആണെന്ന് തോന്നുന്നു. പുറത്ത് അന്തരീക്ഷം കണ്ടിട്ട് ചൂടുണ്ടാ എന്ന് തോന്നുന്നില്ല. നമുക്കപ്പോ ഗുൽക്കണ്ട് കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. നമ്മളപ്പോ പോവാണ് കേട്ടോ. നമുക്ക് ആദ്യം വാടി പിടിക്കാം, വാടിയിലോട്ട് പോയി നോക്കാം. അവിടെയാണ് ഗുൽക്കണ്ട് എന്നാണ് പറഞ്ഞത്. ബീച്ചിലോട്ടാണോ എന്ന് എനിക്ക് അറിയില്ല കറക്റ്റ്. അപ്പൊ നമുക്ക് ഗുൽക്കണ്ട് കഴിക്കാനായിട്ട് പോവാം. ഇതാണ് നമ്മളിതാ ബീച്ചിലെത്തി. നമുക്ക് ഗുൽക്കണ്ട് കഴിക്കണമെന്ന് ആഗ്രഹമായിട്ട് വന്നു. താണ്ടെ ഗുൽക്കണ്ട് നമ്മൾ കണ്ടിരിക്കുകയാണ് ഗൈസ്. ഇതാണ് നമ്മുടെ ബട്ടർ ഗുൽക്കണ്ട്. ഗുൽക്കണ്ട് ആണെന്ന് തോന്നുന്നു അല്ലേ? ആണ്, ഗുൽക്കണ്ടും ഉണ്ട്. ഓക്കെ, നമുക്ക് അപ്പൊ എന്തായാലും നമുക്കൊന്ന് പാർക്ക് ചെയ്യാം. നമ്മള് പെട്ട് നിൽക്കുകയാണ്. നാടെ പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല. എന്തൊക്കെയോ പ്രോഗ്രാംസ് ബീച്ചിലൊക്കെ നടക്കുന്നുണ്ട്. കുഞ്ഞിനെയും കൊണ്ട് നമ്മൾ ഇത്രയും ദൂരം നടക്കണം. പ്രോഗ്രാം ഒക്കെ നടക്കുന്നുണ്ട്. സൺഡേ അല്ല ഇന്ന്, നല്ല വൈബ് പ്രോഗ്രാം ആണെന്ന് തോന്നുന്നില്ല. പാർട്ടിക്കാരുടെ പ്രോഗ്രാമാണ്. അതുകൊണ്ട് നമുക്ക് ആ ഏരിയയിലോട്ടേ കൊണ്ടുവന്നത്. എന്റെ ഇവിടെയുണ്ട് ഗുൽക്കണ്ട്. അതുകൊണ്ട് ഗുൽക്കണ്ട് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഒരുപാട് സ്ഥലത്തുണ്ട്. മറ്റേത് നമ്മള് ബീച്ചിൽ ഒരിടത്ത് എന്തോ ആയിരുന്നു പണ്ട് ഗുൽക്കണ്ട് ഉണ്ടായിരുന്നത്, കഴിക്കാൻ പറ്റിയില്ല എന്നുള്ളതേ ഉള്ളൂ. ഇപ്പൊ 3-4 സ്ഥലങ്ങളിൽ നമ്മൾ ബീച്ചിൽ തന്നെ കണ്ടു കഴിഞ്ഞു ഗുൽക്കണ്ട്. പാർട്ടിക്കാരുടെ പ്രോഗ്രാം. അപ്പൊ നമുക്ക് ആ ഏരിയയിലോട്ടേ പോകണ്ട. നല്ല തിരക്കുണ്ട് കേട്ടോ, നല്ല തിരക്കുണ്ട്. പാർക്കിക്കാണെങ്കിൽ അങ്ങ് ഇൻഡില. അവിടെ വണ്ടി ഇടാൻ സ്ഥലം ഉണ്ടെന്ന് തോന്നുന്നില്ല. എന്തായാലും നമുക്ക് പോയി നോക്കാം കേട്ടോ. ഗുൽക്കണ്ടെന്ന് പറഞ്ഞ ആഗ്രഹമായിട്ട് വന്നതാണ് ഗൈസ്. ഇത് കൊണ്ട് പാർക്കിംഗ് ഇത്ര ഉണ്ടാവും വിചാരിച്ചില്ല. പാർക്കിംഗ് കിട്ടുന്നില്ല, വണ്ടിയെല്ലാം ബ്ലോക്ക് ആയി. ഗൈസ് നമ്മളിനി എന്താ ചെയ്യാ? ഇനി കുഞ്ഞിനെയും കൊണ്ട് ഇത്ര ദൂരം നടക്കുകയും വേണം. എന്തായാലും ആഗ്രഹിച്ചതാണ്. നമ്മൾ ഗുൽക്കണ്ട് കഴിച്ചിട്ടേ മടങ്ങുന്നുള്ളൂ അല്ലേ ഹസ്ബൻഡ്? കുഞ്ഞിനെ നല്ല ഉറക്കമാണ് കേട്ടോ ഗൈസ്. അപ്പൊ അതാണ്ട് പാർക്കിങ്ങിലേക്ക് വണ്ടി കൊണ്ടുപോവാം. നമുക്കിവിടെ ഒരു രക്ഷയില്ല. അത് കൂടുതലും പോലീസൊക്കെ കൊണ്ടുപോകും. നമ്മുടെ ഇവിടെ പാർട്ടി എന്തോ, ഏത് പാർട്ടിയാണെന്ന് ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല, എന്തോ പാർട്ടിയുടെ പ്രോഗ്രാം നടക്കുന്നുണ്ട്. അപ്പോ അതുകൊണ്ടാണ് ഇത്ര തിരക്ക്. എന്നാലും ബീച്ചിൽ തിരക്കുണ്ട്, പക്ഷെ ഇത്ര തിരക്ക് ഈ പാർട്ടിക്കാരുടെ വണ്ടിയെല്ലാം വന്നോണ്ടേ ഇതെനിക്ക് വണ്ടിയെല്ലാം ബസ്സൊക്കെ കൊണ്ട് പാർക്കിങ്ങിനുണ്ട്, പേ പാർക്കിംഗ് കൊണ്ട് വണ്ടി പാർക്ക് ചെയ്ത് ഇട്ടേക്കുന്നതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു നമ്മളെ വണ്ടികളൊന്നും കയറ്റി വിടുന്ന പോലും ഇല്ല. വണ്ടിയുടെ സ്ഥലമില്ല സത്യം പറഞ്ഞാൽ അതാണ്. അതെ അതെ ഗൈസ്, നമ്മളിതാ ഗുൽക്കണ്ട് കഴിക്കാനായി ബീച്ചിലോട് ഇങ്ങനെ നടക്കാട്ടോ. ബീച്ചിലാണെങ്കിൽ മുന്നിലേക്കാണ്. ബീച്ചിലേക്ക് എത്തി ഗുൽക്കണ്ട് കഴിക്കാനായിട്ട് വന്നതാണ്. സ്പോട്ട് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇവിടെ എന്തൊക്കെ വെറൈറ്റി ഗുൽക്കണ്ട് ഉണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മള് ബീച്ചിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ വണ്ടി കൊണ്ട് അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെയാണ് വണ്ടി പാർക്ക് ചെയ്തേക്കുന്നത്. അങ്ങനെ ഗുൽക്കണ്ട് നമ്മൾ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. അതിന് തിരക്കുണ്ട് കേട്ടോ, കുഴപ്പമില്ല. 2-3 നല്ല ഇവിടെ ഇച്ചിരി തിരക്ക് കുറഞ്ഞ സ്ഥലം ഇവിടെ നോക്കി തോന്നുന്നത്. ഇപ്പൊ ഇവിടെയും തിരക്കായി. കുഞ്ഞിന് പാലെടുക്കാനായിട്ട് അവിടെ ഞാൻ വണ്ടിയിലോട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇവിടുന്ന് എടുത്തുകൊണ്ട് അങ്ങോട്ട് പോകണം. ഇതാണ് സംഭവം കേട്ടോ ഗുൽക്കണ്ട്. വൈഫ് വന്നിട്ടുണ്ട് കേട്ടോ. കുഞ്ഞിന് പാല് കൊടുത്തിട്ട് അവളോട് വന്നിട്ട് അവൾക്ക് കൊടുത്താലോ കൊണ്ടുപോയി. കാണാനൊക്കെ കൊള്ളാം അല്ലേ? നീ കഴിച്ചു നോക്കാൻ പറയാം ടേസ്റ്റ് കൊണ്ട് കൊടുത്താലോ. ഹലോ ഗൈസ്, അപ്പം ബട്ടർ ഗുൽക്കണ്ട് കഴിക്കാം. ഈ പറയുന്നൊന്നും കേൾക്കാൻ പറ്റുന്ന അറിയത്തില്ല, സൗണ്ട് കുറവുണ്ട്. അപ്പൊ ഇത് കഴിക്കട്ടെ, കഴിച്ചിട്ട് ബാക്കി വീഡിയോയിൽ കാണാം. നമ്മുടെ ഗുൽക്കണ്ടിന്റെ ആഗ്രഹം ഇതാ തീർന്നിരിക്കുകയാണ്. നമ്മൾ
നമ്മളിനി തിരിച്ച് സ്റ്റുഡിയോയിലേക്ക് പോവാണ് കേട്ടോ. വേണ്ട ബേബി എണീറ്റു, ആഗ്രഹം കഴിഞ്ഞു. കേട്ടോ നമ്മുടെ കുഞ്ഞു എണീറ്റു. ഗുൾഗണ്ട് കുഴപ്പമില്ല, ഓക്കെയാണ്. രണ്ടാളെ എണീറ്റിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി ഒന്ന് സ്റ്റുഡിയോയിലേക്ക് പോവാം, ഒരു ടോപ്പും കൂടെ എടുക്കാം, എന്നിട്ട് നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകും. ഗൈസ്, നമ്മൾ പുറത്ത് വെച്ചിട്ട് ഗുൾഗണ്ടിന്റെ റിവ്യൂ പറയാഞ്ഞതെന്ന് വെച്ചാൽ നല്ല തിരക്കുണ്ട്. മോളെ കൊണ്ടപ്പോ അധികം നേരം അവിടെ നിൽക്കാൻ പറ്റില്ല. പെട്ടെന്ന് വണ്ടിയിൽ കയറിയിട്ട് പറയാന്ന് വെച്ചു. ഗുൾഗണ്ട് ഓക്കെയാണ്, നല്ല എന്താ പറയാ, റോസ് സിറപ്പൊക്കെ ആയിട്ട് നമ്മുടെ റോസാപ്പൂവിന്റെ ഇതളൊക്കെ ഉണ്ട്. ഇടയ്ക്ക് ക്രിസ്പിയാണ്, ചോക്കോ ചിപ്സ് ഉണ്ട്, നട്ട്സ് ഉണ്ട്, കുഴപ്പമില്ല, ഓക്കെയാണ്, കഴിക്കാം. ഷുഗർ ഉണ്ട്, നല്ല ഷുഗർ ഉണ്ട്. അപ്പോ മധുരം ഒരുപാട് ഇഷ്ടപ്പെടുന്നവർക്ക് ഓക്കെയാണ് ഐസ്ക്രീം. പിന്നെ റോസ് ഫ്ലേവർ, ഇത്രയേ ഉള്ളൂ ഗുൾഗണ്ട്. വെറൈറ്റി ഗുൾഗണ്ട് ഒക്കെ ഉണ്ട്. നമ്മൾ കഴിച്ചതെന്ന് വെച്ചാൽ ബട്ടർ ഗുൾഗണ്ടാണ്. ഓക്കെ, എന്റെ ഹസ്ബൻഡ് വണ്ടി എടുത്തു. നെക്സ്റ്റ് നമുക്ക് സ്റ്റുഡിയോയിലായിട്ടാണ് പോകേണ്ടത്. എന്നിട്ട് കുഞ്ഞിനെയും കൊണ്ട് പെട്ടെന്ന് വീട്ടിൽ ചെല്ലണം കേട്ടോ. ആള് ഉണർന്നിട്ടുണ്ട്, പക്ഷെ കുഴപ്പമില്ല, ആളിങ്ങനെ ഇരുന്നോളും. പക്ഷേ സൺഡേ ആണ് അവിടെ. നമ്മളിപ്പോ ഹസ്ബൻഡിന്റെ വീട്ടില് 2 ദിവസമാണ് വരുന്നത്. അതായത് സാറ്റർഡേ സൺഡേ ഹസ്ബൻഡിന്റെ വീട്ടിലാണ്. പിന്നീട് ഞാൻ ജോലിക്ക് പോകുന്നത് കൊണ്ട് മോള് എന്റെ അമ്മയുടെ അടുത്താണ്. അപ്പൊ നമ്മള് മൺഡേ ടു ഫ്രൈഡേ നമ്മുടെ വീട്ടിലും, സാറ്റർഡേ സൺഡേ ഹസ്ബൻഡിന്റെ വീട്ടിലുമാണ്. അപ്പോ അവിടെ നമുക്ക് പുള്ളീന്റെ അച്ഛനും അമ്മയുണ്ട്. അപ്പൊ അവര് മോളെ ഇങ്ങനെ നോക്കിയിരിക്കുക, വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നമ്മൾ കൊണ്ട് ചെല്ലാനായിട്ട്. 2 ദിവസമേ ഉള്ളൂ. അപ്പൊ മോളെ പെട്ടെന്ന് നമുക്ക് കൊണ്ട് ചെന്ന് കൊടുക്കണം. അപ്പോ നമ്മളടുത്ത സ്റ്റുഡിയോയിലും കൂടെ കേറിയിട്ട് നമ്മൾ പെട്ടെന്ന് വീട്ടിൽ പോകും കേട്ടോ. അപ്പൊ സ്റ്റുഡിയോയുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതുകൊണ്ട് ആള് ബഹളം തുടങ്ങിയിട്ടുണ്ട്. നോക്കാം കേട്ടോ, നോക്കാന്നായിരിക്കണം ആള് പറഞ്ഞത്. അപ്പൊ എന്തായാലും നമുക്ക് നെക്സ്റ്റ് സ്റ്റുഡിയോയിലോട്ട് പോവാം. ഓക്കെ, ബൈ. ഹലോ ഗൈസ്, അപ്പം നമ്മളിന്ന് നമ്മുടെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ എത്തിയിരിക്കുകയാണ്, സ്റ്റുഡിയോയിൽ നമ്മളിതാ വന്നിട്ടേ ഉള്ളൂ. സമയം 8 മണിയാവുന്നു. നമ്മുടെ സ്റ്റുഡിയോയുടെ എൻട്രൻസിലേക്ക് നമ്മളിതാ കയറുകയാണ്. എൻ്റെ ഒരു ടോപ്പും കൂടെ എടുത്തിട്ട് നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോവാം. ഓക്കെ, സ്റ്റുഡിയോയിൽ കളക്ഷനൊക്കെ കണ്ടില്ല. ഈ ടോപ്പ് ഓൾറെഡി ഒരെണ്ണം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് വേറെ നോക്കാം. ഏതായിരുന്നു കുറച്ച് വേറെ നമുക്ക് നോക്കാം ഗൈസ്. പാൻസ് നമുക്ക് അറിയിട്ടുണ്ട്. ഹസ്ബൻഡ് മൂന്നുമായിട്ടൊക്കെ കറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ കൊല്ലം സ്റ്റുഡിയോ വരുന്നത്. ഇതാണ് നമ്മുടെ വാരുണവിക്കുട്ടി വല്ലാത്ത നിർബന്ധത്തിലാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് സ്റ്റുഡിയോയിൽ ഇറങ്ങിയ വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല. നമ്മളിതാ നമ്മുടെ വീടെത്തിയിരിക്കുകയാണ്. ഫുഡ് കഴിക്കാനൊന്നും ആള് സമ്മതിച്ചിട്ടില്ല. ഇനി വീട്ടിൽ വന്നിട്ട് എന്തെങ്കിലും കഴിക്കണം. എൻ്റെ ഹസ്ബൻഡ് ഗേറ്റ് തുറക്കാനായിട്ട് പോവാ. അപ്പൊ നമ്മുടെ ദാണ്ടേ ഇന്നത്തെ ഒരു സൺഡേ വൈബ് ഇതാ ഇവിടെ തീർന്നിരിക്കുകയാണ്. നമ്മുടെ വാരണവിക്കുട്ടി നിർബന്ധത്തിലേക്കാണ്. അപ്പൊ ഇനി നമുക്ക് വീട്ടിലേക്ക് പോവാണ്. അപ്പൊ എന്തായാലും നിങ്ങൾ നമ്മുടെ സപ്പോർട്ട് ചെയ്യുക, നമ്മുടെ വീഡിയോയെ സപ്പോർട്ട് ചെയ്യുക. ഇനിയും നമ്മൾ കയറി വരട്ടെ. അപ്പം എല്ലാവർക്കും നല്ലൊരു സൺഡേ ആശംസിക്കുന്നു. അപ്പം നമ്മൾ പോവാണ്, നമ്മുടെ വീട്ടിലേക്ക് പോവാണ്. വാരണവിക്കുട്ടി ഉറക്കണം, നമുക്ക് ഉറങ്ങണം. അപ്പോൾ എന്തായാലും നമ്മളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ ആ ഒരു ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ഓക്കെ, ബൈ.